കനത്ത വേനൽ ചൂട് തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും കുറച്ചൊന്നുമല്ല ബാധിക്കുന്നത്. എറണാകുളത്തെ UDF, LDF സ്ഥാനാർത്ഥികൾ ചൂടിനെ ഉച്ചസമയത്തെ വിശ്രമത്തിലൂടെയാണ് നേരിടുന്നത്. എന്നാൽ NDA സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം ചില സൂത്രവിദ്യകളിലൂടെയാണ് ചൂടിനെ മറികടക്കുന്നത്. മണ്ഡലങ്ങൾ തോറുള്ള പര്യടനത്തിലാണ് ഇടത് സ്ഥാനാർത്ഥി P. രാജീവ്. സൂര്യതാപം മുന്നറിയിപ്പുള്ളതിനാൽ ഉച്ചയ്ക്ക് 11 മണിയോടെ പ്രചരണം അവസാനിക്കും. വൈകുന്നേരം 3 മണിക്ക് ശേഷമാണ് പ്രചാരണം പുനരാരംഭിക്കുന്നത്. നല്ല ചൂടാണ്. 11 മണി വരെയാണ് സ്വീകരണ കേന്ദ്രങ്ങൾ രാവിലെ നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ എല്ലാ കേന്ദ്രങ്ങളിലും ആൾക്കൂട്ടം നന്നായിട്ടുണ്ട്. പലയിടങ്ങളിലും നിശ്ചയിക്കാത്തിടങ്ങളിലും ഇറങ്ങേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് വൈകി പോകുന്നുണ്ട്. അതിനെല്ലാം അതിജീവിക്കുന്ന ഒരു ആവേശം ജനങ്ങളെ കാണുമ്പോൾ അതിനെല്ലാം മറികടക്കാനുള്ള ഒരു ആവേശം ലഭിക്കുന്നുണ്ട്. സ്ഥാപനങ്ങളിൽ കയറിയും വ്യക്തികളെ കണ്ടുമാണ് UDF സ്ഥാനാർത്ഥി ഹൈബിയുടെ വോട്ടുപിടുത്തം. സൂര്യാഘാതത്തിനുള്ള മുന്നൊരുക്കങ്ങൾ ഹൈബി ക്യാമ്പിലുമുണ്ട്. ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ തോതിലുള്ള കരുതലാണ് ജനങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം ഒരുപാട് കുടിക്കുന്ന, ഏതായാലും ചൂട് അവഗണിച്ചുകൊണ്ടിട്ടുള്ള ഒരു വോട്ടഭ്യർത്ഥനയും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവും സാധ്യമല്ലാത്ത ഒരു സന്ദർഭത്തിൽ പരമാവധി വെള്ളം കുടിക്കുക, പരമാവധി ഉഷ്ണം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. അതേസമയം ഡൽഹിയിലുണ്ടായിരുന്ന തനിക്ക് ചൂടിനെ നേരിടാൻ വലിയ ആലോചനയൊന്നും വേണ്ടെന്ന നിലപാടിലാണ് NDA സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം. ഒപ്പം കനത്ത ചൂടിലും വോട്ട് തേടാൻ കണ്ണന്താനത്തിന്റെ പക്കൽ ചില കുറുക്ക് വഴികളുണ്ട്. ചൂടൊന്നും പ്രശ്നമല്ല. കാരണം ഞാൻ ഡൽഹിയിൽ 48 ഡിഗ്രി സെന്റിഗ്രേഡിലൊക്കെ ഞാൻ ഡൽഹി കമ്മീഷൻ ആയിരിക്കുമ്പോൾ എല്ലാ ദിവസവും പുറത്തു പോയി ഇടിച്ചു കുളിക്കുന്നതായിരുന്നല്ലോ എൻ്റെ പരിപാടിയെ. ഞാൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന പോളിസി എന്ന് പറഞ്ഞാൽ വെള്ളം വളരെ കുറച്ച് കുടിക്കുക. അത് ശരിയല്ലെങ്കിൽ തന്നെ മെഡിക്കലി ശരിയല്ല, തീരെ കുറച്ച് വെള്ളം കുടിക്കുകയുള്ളൂ. കാരണം പിന്നെ ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യം വരികയല്ലോ. ന്യൂസ് 18 കൊച്ചി.